ഏതായാലും ഇപ്പൊ ഒരു കാര്യമുണ്ട്, പിണറായി വിജയൻ ഏതായാലും ഇന്നലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊച്ചിയിൽ വന്നപ്പോ, സാധാരണ ശരിയാണ്, പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിമാർ പോയിട്ട് സ്വീകരിക്കാറുണ്ട് മുമ്പൊക്കെ. പക്ഷേ ഈ നരേന്ദ്രമോദി ഈ ഏർപ്പാട് തുടങ്ങിയതിന് ശേഷം BJP അല്ലാത്ത മുഖ്യമന്ത്രിമാരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചത് മുതൽ ഒരു BJP ഇതര മുഖ്യമന്ത്രിമാരും എയർപോർട്ടിൽ പോയി ഇയാളെ സ്വീകരിക്കാറില്ല. എന്താ ഇന്നലെ പോയി സ്വീകരിക്കാൻ കാരണം? ഇന്നലെ പിണറായി പോയി സ്വീകരിച്ചു, അദ്ദേഹത്തിന് 2 കൈയും ചേർത്ത് പിടിച്ചു. എന്താ കാരണം അറിയോ? മകളുടെ കമ്പനിക്കെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുക. പറഞ്ഞത് 4 മാസം കൊണ്ട് റിപ്പോർട്ട് തരണമെന്നാണ് പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തർധാര രൂപപ്പെട്ട് വരിക കേരളത്തിൽ. അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ അഴിമതി കണ്ടുപിടിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനാണ് BJP-ക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ തൃശ്ശൂർ വന്നപ്പോ, അതായത് ജനുവരി 3-ാം തീയതി വന്നപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, സ്വർണത്തിന്റെ ഒന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഞാനന്ന് 7-ാം തീയതി അല്ലേ പുനലൂര് അഞ്ചലിൽ വന്ന്, ഞാൻ അന്ന് പറഞ്ഞല്ലോ അന്തർധാരയുടെ ഭാഗമാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിന്ന് പറഞ്ഞ് നാക്കെടുത്തില്ലല്ലോ. മറ്റേ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ പറഞ്ഞല്ലോ. സാധാരണ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ അന്വേഷിക്കാൻ 4 മാസത്തെ സമയം കൊടുക്കൂ, ഒരാഴ്ച കൊടുക്കൂ. എന്തിനാ 4 മാസം കൊടുത്ത്? ലോക്സഭ ഇലക്ഷന്റെ നോക്കുക. അന്തർധാരയുണ്ടാക്കി BJP-യുടെ ഒരു MP എങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റുകാരൻ സെക്രട്ടേറിയറ്റിൽ കയറും, ക്ലിഫ് ഹൗസിൽ കയറും. പിന്നെ പിണറായിക്ക് നേരത്തെ അങ്ങോട്ട് പോവാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്തർധാര രൂപപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇന്നലെ പിണറായി തന്നെ പോയിട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്നലെ പറയുമ്പോൾ ജ്യോതി വാസുവിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ കൽക്കട്ടയിൽ പോകേണ്ട ആളാണ് മുഖ്യമന്ത്രി. അതുപോലും ക്യാൻസൽ ചെയ്ത് മോഡിയെ സ്വീകരിക്കാൻ വന്നത് പ്രോട്ടോകോൾ പാലിക്കാനല്ല, സ്വന്തം കുടുംബത്തിനെ സ്വയം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. കാരണം മോഡിക്ക് ഒറ്റ ഡിമാൻഡുകൾ. എന്തിനാ അദ്ദേഹം തൃശ്ശൂർ വന്ന് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ ഇത്ര റിസ്ക് എടുത്ത് വന്നെന്തിനാ? അദ്ദേഹം പറഞ്ഞത് ഒരു MP എങ്കിലും ഡൽഹിക്ക് അയക്കാൻ കഴിയണം കേരളത്തിൽ, അതിനുള്ള എല്ലാ മാർഗവും സ്വീകരിച്ചോന്നാ പറഞ്ഞത്. അതിൻ്റെതാണ് CPM ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോൽക്കണം എന്ന് മോഡി ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു MP എങ്കിലും കിട്ടണം എന്നുള്ള മോഡിയുടെ വാശിയാണ്. അതിന് മോഡിക്ക് 1ാം പ്രയോറിറ്റിയാണ് തൃശ്ശൂര്. അതാണ് കല്യാണത്തിന്റെ പേരിൽ 2ാമത്തെ ഒരു വരവ്. ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ 2ാമത്തെ സന്ദർശനം തൃശ്ശൂര്. സ്ഥാനാർത്ഥിയെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു സംഖ്യ ഡൽഹിക്ക് അയക്കാൻ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ മോഡിയുടെ ലക്ഷ്യം ഒന്നാ, 2പേരുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക. പക്ഷേ അത് ഈ കേരളത്തിന്റെ മണ്ണിൽ ചെലവാവില്ല എന്ന് പിണറായിയോടും നരേന്ദ്രമോദിയോടും പറയാൻ ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുക. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട.